ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വെളിച്ചെണ്ണ വില കത്തിക്കയറുന്നു. കൊപ്രയുടെ ലഭ്യതയിലെ കുറവാണ് വെളിച്ചെണ്ണ വില കൂടാൻ കാരണമായത്. അതേസമയം പഴങ്ങളും പച്ചക്കറികളും റെക്കോർഡ് നിരക്കിലേക്ക് ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് നേന്ത്രക്കായയുടെ വിലയും കുത്തനെ കൂടി. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വെളിച്ചെണ്ണയുടെ വില കത്തിക്കയറുകയാണ്. ലിറ്ററിന് 300 രൂപ കടന്നാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. കൊപ്രയുടെ ലഭ്യതയിലെ കുറവാണ് വെളിച്ചെണ്ണ വില കൂടാൻ കാരണമായതെന്നാണ് വിവരം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊപ്ര വന്നാൽ വെളിച്ചെണ്ണ വിലയിൽ ആശ്വാസമുണ്ടാകുമെങ്കിലും ഓണക്കാലത്തെ വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് വളരെയധികം ഉയരാറുണ്ട്. ഇതും വിലയെ ബാധിച്ചേക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റെക്കോർഡുകൾ തകർത്ത് കുതിച്ച വെളിച്ചെണ്ണ വില ഇക്കുറിയും ഉയരുമോ എന്നാണ് മലയാളികളുടെ ആശങ്ക. മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില 1,00,000 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ എണ്ണവില ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് 25,000 രൂപയായി. അതേസമയം നിരക്ക് ഉയർന്നെങ്കിലും പ്രാദേശിക തലത്തിൽ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടായിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്രവില 16,200 രൂപയാണ്. കൊപ്രയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുമ്പോൾ വെളിച്ചെണ്ണ വിലയും ഉയരും. നാഫെഡിന്റെ കൊപ്ര സംഭരണം പാളിയതും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പല വിദേശ രാജ്യങ്ങളും ബയോഡീസലിലേക്ക് മാറിയതുമാണ് വെളിച്ചെണ്ണയുടെ വിലയെ സ്വാധീനിക്കുന്നത്. കൊപ്രയുടെ ലഭ്യത കൂടിയില്ലെങ്കിൽ ഓണക്കാലത്തെ ഡിമാൻഡ് ഉയരുന്നതോടെ വെളിച്ചെണ്ണ വില ഇനിയും ഉയരും. പച്ചത്തേങ്ങ വിലയും കൂടുകയാണ്. വെറും 5 വർഷം കൊണ്ടാണ് 100-ൽ നിന്നും വെളിച്ചെണ്ണ വില 500-ലേക്ക് വരെ എത്തിയത്. 2021-ൽ ഏകദേശം 150 മുതൽ 180 രൂപ നിരക്കിലായിരുന്നു വെളിച്ചെണ്ണ വില. എന്നാൽ 2025 പകുതിയോടെ വില 500 രൂപ കടന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഏറെയും എത്തിക്കുന്നത്. കർണാടകയിൽ കരിക്കിന്റെ വിപണി വർദ്ധിച്ചതോടെ തേങ്ങയുടെ വരവ് കുറഞ്ഞു. ഇവയ്ക്ക് പുറമെ കാലാവസ്ഥാ മാറ്റം, കീടങ്ങളുടെ ആക്രമണം എന്നിവയും തെങ്ങ് കൃഷിയെ ബാധിച്ചതാണ് തിരിച്ചടിയായത്. അതിനിടെ ഓണം വന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും റെക്കോർഡ് നിരക്കിലേക്ക് വില ഉയരുകയാണ്. ഓഗസ്റ്റ് 26-നാണ് ഈ വർഷത്തെ തിരുവോണം. അതിനു മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിയോടെ സംസ്ഥാനത്തെ ഓണച്ചന്തകൾ സജീവമാകും. അതിനിടെ സംസ്ഥാനത്ത് ഏത്തക്കായുടെ വിലയും കുത്തനെ ഉയരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലഭ്യത കുറഞ്ഞതാണ് നിലവിലെ വില വർധനവിന് കാരണം. മൊത്തവിപണിയിൽ കിലോയ്ക്ക് 50 രൂപയും ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 60 രൂപയുമാണ് നിലവിലെ വില. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 13 രൂപയാണ് വർദ്ധിച്ചത്. പഴുപ്പിക്കാൻ അനുയോജ്യമായ നേന്ത്രക്കായ അളവിൽ സംഭവിച്ച കുറവാണ് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയത്. ഓണം ലക്ഷ്യമിട്ടുള്ള ചിപ്സ് നിർമ്മാണം ഏത്തക്കായുടെ ആവശ്യകത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഴം, പച്ചക്കറി എന്നിവയ്ക്ക് പുറമെ വസ്ത്രവ്യാപാര മേഖലയിലും വിലക്കയറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ സ്റ്റോക്ക് വാങ്ങിയിരുന്ന ബ്രാൻഡുകൾ ഇപ്പോൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ പുത്തൻ സ്റ്റോക്കുകൾ വിപണിയിലെത്തിക്കാനുള്ള നീക്കത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഓണം ആഘോഷിക്കണമെങ്കിൽ സർവത്ര സാധനങ്ങൾക്കും ഇരട്ടി വില നൽകേണ്ടി വരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.